നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് സ്മാർട്ട് ഫോൺ വീഡിയോഗ്രഫിയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബേസിക്സ് ഓഫ് വീഡിയോഗ്രഫി. വീഡിയോഗ്രഫിയിൽ എന്തെല്ലാം നമുക്ക് പഠിക്കണം, എന്തെല്ലാം പഠിച്ചാലാണ് ഒരു കൃത്യമായ വീഡിയോഗ്രഫി നമുക്ക് ചെയ്യാൻ കഴിയുക എന്നത് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ലെസണിൽ പഠിക്കാം. ട്രഡീഷണൽ ക്യാമറ കൊണ്ട് നമ്മൾ വീഡിയോഗ്രഫി ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്യുപ്മെന്റ്സും ഒരുപാട് കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ സ്മാർട്ട് ഫോൺ വീഡിയോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് സ്മാർട്ട് ഫോൺ വീഡിയോഗ്രഫിയിൽ നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഘടകങ്ങൾ വളരെ കുറവാണ്. അതെന്തെല്ലാമാണെന്നാണ് ഇന്ന് വിശദമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത് ക്യാമറ ബേസിക്സ് ആണ്. ക്യാമറയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷൻ പഠിക്കണം. അതുപോലെ ലൈറ്റ്നിങ് ടെക്നിക്സ്, അതായത് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ പ്രകാശം ആവശ്യമാണ്, അത് എങ്ങനെയെല്ലാം സെറ്റ് ചെയ്യണം അത് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ ഓഡിയോ റെക്കോർഡിങ്. ഓഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോഗ്രഫിയുടെ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ആത്മാവാണ്. ഓഡിയോ നൽകുമ്പോഴാണ് വീഡിയോയുടെ അട്രാക്ഷൻ കൂടുന്നത്. ആളുകളിലേക്ക് എത്താനും അതുവഴി ആളുകളെ അട്രാക്ട് ചെയ്യാനും ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കാനും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്, ഇമ്പാക്റ്റ് ചെയ്യുന്നത് അത് ഓഡിയോ റെക്കോർഡിംഗ് ആണ്, ഓഡിയോയാണ്. അത് എങ്ങനെ സെറ്റ് ചെയ്യണം, അതിൻ്റെ എക്യുപ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയൊക്കെയാണ്, അത് വിശദമായിട്ട് പഠിക്കണം. അടുത്തതായിട്ട് സ്റ്റെബിലൈസേഷൻ ആൻഡ് സ്മൂത്ത് ഷോട്ട്സ് ആണ്. നമ്മൾ വീഡിയോ എടുത്താൽ മാത്രം പോരാ, ആ എടുക്കുന്ന വീഡിയോ നല്ല സ്റ്റേബിൾ ആയിരിക്കണം. അതായത് വളരെയധികം ജെർക്കിംഗ് ഉള്ള, ആട്ടിയും കുലുങ്ങിയുമുള്ള വീഡിയോസ് ആയി കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് അത് അരോചകം ഉണ്ടാക്കുകയും പിന്നീട് അവർ നോക്കാതെ ആവുകയും ചെയ്യും. നമ്മൾ എടുക്കുന്ന വീഡിയോസ് മുഴുവനും സ്റ്റേബിൾ ആയിരിക്കണം, സ്മൂത്തും ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ സ്മൂത്ത് ആയിട്ടുള്ള ഷോർട്സ്, അതുപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ്, ഷോർട്സ്, ആംഗിൾസ്, ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യും, ഇത് നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു വീഡിയോഗ്രഫിയുടെ ആത്മാവ് എന്ന് പറയുന്നത് അതിലുള്ള സ്റ്റോറിയാണ്. ഒരു സ്റ്റോറി നമ്മൾ പറയാതെ ആളുകളിലേക്ക് കൺവേ ചെയ്യിക്കുന്ന സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മളൊരു ഷോർട്ട് ഫിലിമോ ഒരു 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 ഡ്രാമയോ അല്ലെങ്കിൽ ഒരു സിനിമയോ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു വീഡിയോഗ്രഫി നമ്മൾ ഒരു സംസാരമൊന്നുമില്ലാതെ അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റോറി അത് വളരെയധികം ഇമ്പാക്റ്റിംഗ് ആണ്. അത് എങ്ങനെ നമ്മൾ ചെയ്യണം, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും എങ്ങനെയായിരിക്കണം, ഇതെല്ലാം വീഡിയോഗ്രഫിയിൽ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് വീഡിയോ എഡിറ്റിംഗ് ആണ്. അത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ രൂപത്തിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതുകൂടാതെ ഈ എഡിറ്റിങ്ങിൽ തന്നെ കളർ ആൻഡ് വിഷ്വൽ എൻഹാൻസ്മെന്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു വീഡിയോ എടുത്തത് കൊണ്ട് മാത്രമായില്ല, ആ വീഡിയോയിലുള്ള ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാകും. അതിൻ്റെ വൈറ്റ് ബാലൻസും അത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെ കളർ നമ്മൾ ഗ്രേഡ് ചെയ്യണം, കളർ കറക്ഷൻ ചെയ്യണം. ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. അതുകൂടാതെ ഇതെല്ലാത്തിനും പുറമെ വീഡിയോഗ്രഫി ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ഒരാൾ വീഡിയോഗ്രഫി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതിയാണ് അതിനാവശ്യമായ ഗിയേഴ്സ്, ആക്സസറീസ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട നോളജ്. ഇതെല്ലാം കൃത്യമായിട്ട് ഓരോരുത്തരും സ്മാർട്ട് ഫോൺ വീഡിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. നമുക്കത് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ക്യാമറ സെറ്റിങ്സ് ആണ്. ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ നമ്മൾ വീഡിയോ എടുക്കും. അങ്ങനെ എടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, സാധാരണ നമുക്കൊക്കെ ഫോണുകളുണ്ടല്ലോ, ഫോണുകൾ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ എങ്ങനെ വീഡിയോ എടുക്കാൻ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മളെടുക്കുന്ന ഷോട്ടുകളുടെ രീതി എന്ന് പറഞ്ഞാൽ ഐ ലെവൽ ഷൂട്ടിംഗ് ആണ്. ഐ ലെവൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യും. കണ്ണുകൊണ്ട് കാണുന്നത് നേരെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നുള്ള പാൻ ഷോട്ട്, ഇങ്ങനെ ഐ ലെവൽ ഷോട്ട്, പാൻ ലെവൽ ഷോട്ട്, ഈ രണ്ട് രൂപത്തിലുള്ള വീഡിയോ മാത്രമാണ് ക്യാമറ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ എടുക്കുന്ന വീഡിയോയുടെ വീഡിയോഗ്രഫി രൂപം. എന്നാൽ യഥാർത്ഥത്തിൽ ക്യാമറ ഉപയോഗിക്കേണ്ടത് അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അത് ബോറിംഗ് ആണ് എന്നല്ല, എല്ലായിടത്തും അത് അപ്ലിക്കബിൾ ആവണം എന്നില്ല. ഉദാഹരണത്തിന് ഒരു ആക്സിഡൻറ്റ് നടന്നു, അവിടെ ഒരു ചാനലിൻ്റെ വാർത്താ അവതാരകൻ വന്ന് വാർത്ത അവതരിപ്പിക്കുകയാണ്, അത് ക്യാമറാമാൻ ചിത്രീകരിക്കുകയാണ്. അയാൾ എടുക്കുന്ന രീതി എങ്ങനെയായിരിക്കും, ഒന്നുകിൽ ഈ പാൻ ലെവൽ ഷൂട്ടിങ് അല്ലെങ്കിൽ ഐ ലെവൽ ഷൂട്ടിംഗ് ആയിരിക്കും. അവിടെ നമ്മൾ ഗിംബൽ ഉപയോഗിച്ച് കൊണ്ടെടുക്കുന്ന രീതിയിൽ വീഡിയോ എടുത്താൽ അത് അവിടെ ബോറിംഗ് ആണ്. അതിൻ്റെ ആംഗിളിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ രീതിയിലുള്ള ഷൂട്ടിംഗ് രീതികളുണ്ട്. എന്നാൽ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ചിത്രീകരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ദൃശ്യം നമ്മൾ ചിത്രീകരിക്കുകയാണ്, അവിടെ നമ്മൾ ഈ ഐ ലെവൽ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ പാൻ ലെവൽ ഷൂട്ടിങ്ങോ അവിടെ അപ്ലിക്കബിൾ അല്ല. അതെടുത്താൽ തന്നെ അതിന് യാതൊരുവിധ അട്രാക്ഷനും എൻഗേജിങ്ങും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ക്യാമറ എടുക്കുന്ന രൂപവും ക്യാമറയുടെ സെറ്റിങ്സും കൃത്യമായിട്ട് പഠിക്കണം. അതിൽ എങ്ങനെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യണം, അതിൻ്റെ ഫ്രെയിം റേറ്റ് എങ്ങനെയാണ്, അത് എങ്ങനെ സെറ്റ് ചെയ്യണം, അതിൻ്റെ ഫോക്കസും എക്സ്പോഷറും എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിൻ്റെ എക്സ്പോഷറും ഫോക്കസും എങ്ങനെ ലോക്ക് ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അതാണ് ക്യാമറ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഒരു വീഡിയോഗ്രഫി പഠിക്കുന്ന ആൾ പഠിച്ചിരിക്കണം. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷനാണ്. നമ്മളൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എടുക്കുന്ന സമയത്ത് അത് എടുക്കേണ്ട ഒരു രീതിയുണ്ട്. എന്നാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ആയി മാറുകയുള്ളൂ. അതിനെ പറയുന്ന രീതിയാണ് ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷൻ എന്ന്. അപ്പോൾ റൂൾ ഓഫ് തേർഡ്സ് അതുപോലെയുള്ള ഒരുപാട് ടെക്നിക്കുകൾ വീഡിയോഗ്രഫിയിലും ഫോട്ടോഗ്രഫിയിലുണ്ട്. അത് കൃത്യമായിട്ട് സ്മാർട്ട് ഫോൺ വീഡിയോഗ്രഫി ചെയ്യുന്ന സമയത്തും പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. അതിന് ഹെഡ് റൂമുണ്ട്, ലീഡ് റൂമുണ്ട്, അതുപോലെ ആംഗിൾസ് ഉണ്ട്, വ്യത്യസ്തമായ ആംഗിളുകൾ, ഐ ലെവല്, ടോപ്പ് ലെവല്, അതുപോലെ ലോ ആംഗിള്, അങ്ങനെ പല രീതിയിലുള്ള ആംഗിളുകളിൽ നിന്ന് വീഡിയോസ് എടുക്കുക. അതുപോലെ ഷോട്ടിൻ്റെ വിവിധ ഇനങ്ങൾ, വൈഡ്, മീഡിയം, ക്ലോസപ്പ്, ഇത്തരത്തിലുള്ള ഫ്രെയിമിങ്ങും കോമ്പോസിഷനും കൃത്യമായിട്ട് ഓരോ വീഡിയോഗ്രഫി പഠിക്കുന്ന ആളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ എടുക്കുന്ന വീഡിയോസിന് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പല ആളുകളും വെറുതെ വീഡിയോ എടുക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോക്ക് അത്രമാത്രം ചാരുത ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് വ്യത്യസ്തമായ ആംഗിളുകളിലൂടെയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ റൂൾ ഓഫ് തേർഡ് പോലെയുള്ള ടെക്നിക്കുകളിലൂടെയോ നമ്മൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം പഠിച്ചയാളാണ്, നന്നായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളാണ്, ഇതിൻ്റെ ടെക്നോളജി, ഇതിൻ്റെ ടെക്നിക്സ് അറിയുന്ന ആളാണെന്ന്. ആ രീതിയിലുള്ള ടെക്നിക്സ്, ക്യാമറ ടെക്നിക്സ്, ഫ്രെയിമിങ്, കോമ്പോസിഷൻ, ഇതൊക്കെ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. പിന്നീട് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ലൈറ്റ്നിങ് ടെക്നിക്സ് ആണ്. ഒരു ക്യാമറ പ്രവർത്തിക്കുന്നത് തന്നെ ലൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ലൈറ്റ് കുറവാണെങ്കിലോ നമ്മൾ എടുക്കുന്ന വീഡിയോസിന് എത്ര പവർഫുൾ ക്യാമറ ആണെങ്കിലും ക്ലാരിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റിങ് വളരെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് വീഡിയോഗ്രഫിയുടെ. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്, റിംഗ് ലൈറ്റ് സെറ്റപ്പ്, അതുപോലെ ഷാഡോസ് എങ്ങനെ ഒഴിവാക്കാം, അതുപോലെ ഡയറക്ഷൻ, ലൈറ്റിൻ്റെ ഡയറക്ഷന്, പൊസിഷനിങ്, ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് സ്മാർട്ട് ഫോൺ വീഡിയോഗ്രഫിയിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് പഠിക്കേണ്ടത് സ്റ്റെബിലൈസേഷൻ ആൻഡ് സ്മൂത്ത് ഷോട്ട്സ് ആണ്. നമ്മൾ ക്യാമറ എടുക്കുന്ന സമയത്ത് നല്ല വീഡിയോസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെ ഷൂട്ട് ചെയ്യും? അതിന് കൃത്യമായ ഗിംബലുകൾ ഉപയോഗിക്കണം. ഇനി അഥവാ ഹാൻഡ് ഹെൽഡായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകമായ വാക്കുകളുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യണം. ഗിയേഴ്സ് യൂസ് ചെയ്യണം. അതുപോലെ പാൻ ആൻഡ് ടിൽറ്റ്, ഫോളോ മൂവ്മെൻറ്റ്സ്, റോൾ ആക്സിസ് മൂവ്മെൻറ്റ്സ്, ഇങ്ങനത്തെ കുറേ മൂവ്മെൻറ്റ്സുകളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഷെയ്ക്കി ആയിട്ടുള്ള ഫൂട്ടേജുകളാണ് ലഭിക്കുക. അപ്പം ഈ സ്റ്റെബിലൈസേഷനും സ്മൂത്ത് ഷോട്ടുകളും കൃത്യമായിട്ട് എടുക്കാൻ ഓരോ വീഡിയോഗ്രാഫറും കൃത്യമായിട്ട് പഠിക്കണം. അടുത്തതായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മേജറായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കണം. നിങ്ങൾ യാത്ര പോകുന്ന ആളുകളുടെ വീഡിയോസ്, വ്ളോഗുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ യാത്ര മുഴുവനായിട്ടും അവർ കാണിക്കാതെ തന്നെ ചില ഭാഗങ്ങൾ മാത്രം, അവർ പോയ ഭാഗങ്ങൾ, അതിലവിടെ നടന്ന കാര്യങ്ങൾ, അതൊക്കെ മാത്രം ഷോർട്ടുകളായിട്ട് എടുത്തുകൊണ്ട് എടുക്കുന്ന വീഡിയോസ് ഉണ്ടാവും. വളരെ ഹുക്കിംഗ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിലൊരു സ്റ്റോറി ഉണ്ട്. അവർ അതിൽ സംസാരിക്കുന്നത് പോലും ഉണ്ടാവില്ല, പക്ഷേ ഒരു കൃത്യമായ സ്റ്റോറി അത് കാണുന്ന ആൾക്ക് കിട്ടും.
അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിങ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം ബെനഫിഷ്യൽ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾ ആദ്യം പഠിക്കണം. ഒരു പ്ലാൻ നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഒരു വീഡിയോ പിടിക്കുമ്പോൾ കൃത്യമായൊരു പ്ലാൻ വേണം. അത് നല്ലൊരു ഹുക്കിംഗ് ആയിരിക്കണം. നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ട് വേണം നമ്മളത് തുടങ്ങാൻ. നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് വേണം. ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു തുടക്കമായിരിക്കണം നമ്മുടെ വീഡിയോക്ക് വേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മുടെ വീഡിയോഗ്രഫി അടിപൊളിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ എന്ന് മാത്രമായി അത് ചുരുങ്ങും. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കൃത്യമായിട്ട് ഓരോ വീഡിയോഗ്രാഫറും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. ഏതെല്ലാം വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടാവും അതെല്ലാം കട്ട് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയണം. അതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യണം, സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണം, അതിലേക്ക് ടെക്സ്റ്റുകളും ക്യാപ്ഷനും സബ് ടൈറ്റിലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യണം, ട്രാൻസിഷൻസ് കൊടുക്കണം, എഫക്റ്റുകൾ കൊടുക്കണം, എന്നിത്യാദി പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വീഡിയോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൻ്റെ മർമ്മമാണ്. വീഡിയോ എഡിറ്റിങ്ങിലൂടെയാണ് ഒരു വീഡിയോഗ്രഫി പൂർത്തിയാവുന്നത്. അതിലൂടെ നമുക്ക് വേണ്ടതെല്ലാം അതിലൂടെ കൊടുത്തുകൊണ്ടാണ് ഒരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വീഡിയോഗ്രാഫറുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യകതയാണ്. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട വീഡിയോ എഡിറ്റിങ്ങിൽ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് കളർ ആൻഡ് വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ ബ്രൈറ്റ്നെസ് കുറവുള്ളയിടത്ത് ബ്രൈറ്റ്നെസ് കൂട്ടാനും കോൺട്രാസ്റ്റ് കുറക്കാനും കൂട്ടാനും സാച്ചുറേഷൻ സെറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് വീഡിയോ എഡിറ്റിങ്ങിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അതിൽ കളർ കറക്ഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും അറിയാതെ ഒരു വീഡിയോഗ്രാഫർ നിലനിന്നിട്ട് കാര്യമില്ല. കാരണം എടുക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലാവണം എന്നില്ല. അതിനെ നമ്മൾ കാണികളെ കാണിക്കുന്ന ഏറ്റവും സൂപ്പർ ലെവലിൽ, ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിൽ ആക്കി തീർക്കാൻ കളർ ഗ്രേഡിങ്ങും കളർ കറക്ഷനും അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കണം. നല്ല ഫിൽറ്ററുകളും അതുപോലെ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള എഡിറ്റിങ്ങും അതുപോലെ കളർ ഗ്രേഡിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് വീഡിയോ എഡിറ്റിങ്ങിലായാലും വീഡിയോഗ്രഫിയിലായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വീഡിയോഗ്രഫി സ്മാർട്ട് ഫോൺ വീഡിയോഗ്രഫി കോഴ്സ് പഠിക്കുന്നയാൾക്ക് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്കത് വിശദമായിട്ട് വരും സെഷനുകളിൽ മനസ്സിലാക്കാം. താങ്ക് യു.